നമ്മൾ ലഡാക്കിൽ പോയിട്ടാണ് വലിയൊരു ചിത്രം 70 അടി വലിപ്പത്തിലൊരു വലിയ ചിത്രം ഐസിന്റെ മുകളിൽ. അപ്പൊ അവിടുത്തെ തടാകങ്ങളും അതുപോലെ തന്നെ നദികളും ഒക്കെ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഇങ്ങനെ ഇതുപോലെ തറ പോലെ നല്ല ഉറച്ചു കിടക്കുക. ഐസായി കിടക്കും. ഈ വെള്ളം ഐസായി കിടക്കും. അടിയിൽ വെള്ളം ഉണ്ടാവും, പക്ഷെ ഒരു 5 അടിയോളം കനത്തിലിങ്ങനെ ഐസിന്റെ കട്ടയായിരിക്കും. അപ്പൊ അത് നമ്മുടെ നാട്ടിൽ നമുക്ക് ഐസും കട്ടയില് പെയിന്റ് അടിച്ചാൽ അത് പിടിക്കാത്തതിന്റെ കാരണം ഐസ് ഉരുക്കൊണ്ടിരിക്കുകയാണ്. താപനിലയുടെ വ്യത്യാസം, അന്തരീക്ഷത്തിന്റെ താപനിലയുടെ വ്യത്യാസം കൊണ്ടാണ് നമുക്കിവിടെ ഐസും കട്ടയിൽ പെയിന്റ് അടിക്കാൻ പറ്റാത്തത്. പക്ഷെ ഐസ് ഉരുകാത്തൊരു സ്ഥലത്ത് നമുക്ക് പെയിന്റ് അടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ അവിടെ എന്താ പറയുക, നമ്മുടെ ലഡാക്കിൽ പോയിട്ട് നമ്മൾ വലിയൊരു 70 അടി വലിപ്പത്തിൽ നമ്മൾ അങ്ങനെ ഐസും കട്ടയിൽ ഒരു പെയിന്റ് ചെയ്തത്. അപ്പൊ അതുപോലെ നമുക്ക് തീക്കട്ടയിലും പെയിന്റ് ചെയ്യണം, പടക്കങ്ങളിലും പെയിന്റ് ചെയ്യണം. പല മെറ്റീരിയൽ, ഈ ലോകത്ത് എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ടോ ആ മെറ്റീരിയലിലൊക്കെ നമുക്ക് ചിത്രങ്ങൾ ചെയ്യാൻ കഴിയണം. ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ക്യാൻവാസിലോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല ചിത്രകല എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടെ ആശയങ്ങൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയണം. വാക്കുകൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഒരു ചിത്രകാരിയും ഒക്കെ അവരുടെ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് സംവദിക്കുന്നത്. ചിലപ്പോൾ ചിത്രങ്ങളായിട്ടായിരിക്കാം, ശില്പങ്ങളായിട്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഓരോ കലാകാരന്മാരും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു സൃഷ്ടി, മികവുറ്റൊരു സൃഷ്ടി, ഒരു മാസ്റ്റർ പീസ് സൃഷ്ടി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചെയ്യാനുണ്ടാവും. ആ ചെയ്യാനുള്ള ഒരു പരിശ്രമത്തിലേക്ക് നിങ്ങൾ ഈ ചെറുപ്പത്തിലെ ഇതുപോലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് തയ്യാറെടുക്കുകയാണ് വേണ്ടത്. മാത്രമല്ല, വേണ്ടത്ര പ്രോത്സാഹനങ്ങൾ നമ്മുടെ രക്ഷിതാക്കളും അധ്യാപകരുമായിട്ടുള്ള മറ്റുള്ള സമൂഹമൊക്കെ നൽകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ, ഇപ്പോ ലിയാനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന ഏതൊരു കരിയറാണെങ്കിൽ പോലും അദ്ദേഹം അത് വെച്ച് താജ്മഹൽ നിർമ്മിക്കുന്ന, എന്താ പറയാ, കലാകാരൊക്കെ ദൈവ സൃഷ്ടിയാണ്, ദൈവതുല്യരാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു ദൈവത്തിന് മുമ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്, നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഒരുപാട് സന്തോഷം സാർ എത്തിച്ചേർന്നതിൽ. ബ്യൂട്ടി സ്പീക്സിന് സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ് ഞാനും എന്റെ കുട്ടികളും. അപ്പോ അദ്ദേഹത്തെ സ്നേഹാദര നൽകുകയാണ് നമ്മുടെ ബ്യൂട്ടി സ്പീക്സ് നമുക്ക് വേണ്ടി. നമ്മുടെ സാന്നിധ്യത്തിൽ നിറഞ്ഞ കൈയടി ഞങ്ങൾ എന്റെ സ്നേഹം സന്തോഷം എല്ലാവരോടൊപ്പം കൂടുക. നല്ലൊരു കൈയടി. നമുക്കറിയാം, വെള്ളത്തിലാവട്ടെ, വെള്ളത്തിന് മുകളിലാകട്ടെ, താഴെ ആകട്ടെ, ഏത് ലോകത്താവട്ടെ, അദ്ദേഹത്തിന്റെ ഒരു കലാസൃഷ്ടി നമ്മൾ കണ്ടവരാണ്. അതിലേറെ അഭിമാനവും അനുഗ്രഹവും കിട്ടിയ നമ്മൾ മലയാളികളാണ്, നമ്മുടെ നാട്ടുകാരാണ് എന്നതിൽ ഏറെ സന്തോഷം. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. യൂറോപ്പ് വേൾഡ് റെക്കോർഡ്, യൂറോപ്പ് ഏഷ്യൻ റെക്കോർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് അവാർഡുകളും അംഗീകാരങ്ങളും സ്നേഹങ്ങളും കൊച്ചുമക്കളുടെ സ്നേഹങ്ങളും ഇനിയും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിറഞ്ഞ സ്നേഹത്തോടെ എന്റെ മക്കളെ ആരാധിക്കുന്ന നല്ലൊരു രീതി. നമ്മുടെ പരസ്പരം ആരും സംസാരിക്കേണ്ട കോമ്പറ്റീഷനാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റൈസ് യുവർ ഹാൻഡ്. First prize, Devyan. Welcome, Devyan. നിറഞ്ഞ കൈയടി പ്ലീസ്. ദേവ്യാനെ ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഒരുപാട് വാർത്തകൾ. വിഭാഗം സെക്കൻഡ് പ്രൈസ് നമ്പർ 36, ദിയ ഫാത്തിമ. LP വിഭാഗം സെക്കൻഡ് പ്രൈസ് ദിയ ഫാത്തിമ. Congrats, ദിയ. Varnakudaram, second prize, Diya Fatima. Third, LP Bhagam, third prize.
ബ്യൂട്ടി സിൽക്കിലെ സമ്മാനം. രണ്ടാം സ്ഥാനം ഒരു ട്രോഫി, ഇവൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് മാത്രം. ഇന്ന് എന്റെ ഉമ്മച്ചി തക്കപ്പെട്ട ഉമ്മച്ചിയായിരുന്നു. വാഴ ചൂടാടിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. വാഴ ചൂടാൻ